പ്രഭു, പ്രഭു, എന്നോട് ക്ഷമിക്കണം. അങ്ങ് വളരെ ക്ഷീണിതനാണെന്ന് തോന്നുന്നു. തൽക്കാലം അങ്ങയോട് എനിക്കൊന്നും ചോദിക്കാനില്ല. അങ്ങ് വിശ്രമിച്ചാലും മോഷണം നടന്ന മുറി പരിശോധിക്കാൻ എന്നെ അനുവദിച്ചാലും. ഈ മേശപ്പുറത്താണ് ആ നിധി വെച്ചിരുന്നത്, ഒരു ആമാടപ്പെട്ടിയിൽ. രാത്രി കിടക്കാൻ നേരത്ത് അതവിടെ വെച്ചിരുന്നു എന്ന് രാജാവ് ഉറപ്പു പറയുന്നു. എന്നാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ അതവിടെ ഉണ്ടായിരുന്നില്ല. ഈ കൊട്ടാരത്തിലുള്ള എല്ലാ ജീവനക്കാരുടെയും വിവരങ്ങൾ എനിക്ക് വേണം. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും കൊട്ടാരത്തിലേക്ക് സാധാരണ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നലെ വന്ന എല്ലാവരുടെയും വിവരങ്ങൾ എനിക്ക് വേണം. ഉണ്ടായിരുന്നു. ശരി ഷിക്കാഗോ, ഞങ്ങൾക്ക് ഉടനെ ഒരു സ്ഥലം വരെ പോകണം. നിങ്ങൾക്ക് വല്ല സൂചനയും ലഭിച്ചോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. എനിക്ക് തോന്നുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തോ വിലപിടിപ്പുള്ള ഉടമ്പടി പത്രമോ മറ്റോ ആണ്. രത്നമോ മറ്റോ ആയിരുന്നെങ്കിൽ അത് കൊട്ടാരത്തിന്റെ ഖജനാവിലായിരിക്കുമല്ലോ സൂക്ഷിക്കുക, അല്ലാതെ രാജാവിന്റെ കിടപ്പുമുറിയിലായിരിക്കില്ലല്ലോ. ശരിയാണ്. എനിക്ക് തോന്നുന്നു രാജാവ് എന്തോ നമ്മിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന്. എന്തു തന്നെയായാലും നമുക്ക് ആ നിധി തിരിച്ചു പിടിച്ചേ മതിയാവും. അതെ, കൊട്ടാരം പരിശോധിച്ചപ്പോൾ ബോസിന് വല്ല തുമ്പും കിട്ടിയോ? എവിടെ? തറയിലൊരു കാൽപ്പാട് പോലും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ കണ്ടത് തറയിൽ കുറച്ച് വെള്ളം വീണ് കിടക്കുന്നതാണ്. അതാ മണ്ടൻ രാജാവ് കള്ളനെ കണ്ട് പേടിച്ചു മുള്ളിയതായിരിക്കും. ഡീമു, എന്താ ബോസ്? ഡീമു, നമുക്ക് ആ പഴയ തന്ത്രം ഒന്ന് പ്രയോഗിച്ചാലോ? എന്ത് തന്ത്രം ബോസ്? ആ പോയ മാനിനെ കണ്ടോ? കണ്ടു. നമുക്ക് അവനെ അങ്ങ് പൊക്കിയാലോ? എന്തിന്? ഇവനാ മാനവകാശ സംരക്ഷണ സമിതിയുടെ നേതാവല്ലേ? ഇവനെ പിടിച്ച് രണ്ടിടി കൊടുത്ത് കൊട്ടാരത്തിലെ നിധി മോഷ്ടിച്ചത് ഇവനാണെന്ന് സമ്മതിപ്പിക്കണം. അവൻ നിധി ആഫ്രിക്കയിലേക്ക് കടത്തിയെന്ന് ചുമ്മാ തട്ടിവിടണം. ആ മണ്ടൻ രാജാവ് വിശ്വസിച്ചോളും. എന്നിട്ട് നമ്മൾ നിധി കണ്ടെത്താനാണെന്നും പറഞ്ഞ് നേരെ ആഫ്രിക്കയിലേക്ക് പോകുന്നു. അവിടെ കുറെ കാലം കറങ്ങി തിരിച്ചു വരുന്നു. അപ്പോഴേക്കും രാജാവെല്ലാം മറന്നിട്ടുണ്ടാവും. അതല്ലടാ, ഇത് നല്ല ഐഡിയ ആണ്. മാനവകാശ സംരക്ഷണ സമിതിയുടെ നേതാവായ ഇവനോട് രാജാവിന് നല്ല കലിയുണ്ട്. ഇവനാണ് കൊട്ടാരത്തിൽ മോഷണം നടത്തിയതെന്നറിഞ്ഞാൽ രാജാവ് വിശ്വസിച്ചോളൂ. എനിക്ക് വിശ്വാസമില്ല. നീ വിശ്വസിക്കണ്ട, രാജാവ് വിശ്വസിച്ചോളൂ. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ചേസ് ഹിം. ആരാണ് നിങ്ങൾ? നീ എന്റെ കണ്ണുവെട്ടിച്ച് കടന്നു കളയുമെന്ന് കരുതിയോടാ? നിങ്ങൾ ആരാണ്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് നിന്നെ തന്നെയാടാ വേണ്ടത്. ഈ ടൈഗർ പോലീസിനെ നിനക്ക് ശരിക്കും അറിയില്ല. എന്ത്? കുറ്റം സമ്മതിക്കുന്നതാണ് നിനക്ക് നല്ലത്. അയ്യോ അയ്യോ അയ്യോ, എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ. എല്ലാം ഞാൻ പറയാം. ഞാനാണ് കൊട്ടാരത്തിൽ കയറി മോഷണം നടത്തിയത്. എന്താ നീ ഇപ്പൊ പറഞ്ഞത്? ഞാനാണ് കൊട്ടാരത്തിൽ കയറി മോഷണം നടത്തിയത്. നിധി മോഷ്ടിച്ചത് നീയാണെന്നോ? അമ്മച്ചിയാണെ ഞാൻ വെറുതെ ചോദിച്ചതാണ്. എടാ ഡീമു, ഇവനാണ് കൊട്ടാരത്തിൽ മോഷണം നടത്തിയതെന്ന്. ഞാനാണ് കൊട്ടാരത്തിൽ കയറി മോഷണം നടത്തിയത്. പക്ഷേ ടൈഗറിനെ വെട്ടിച്ച് കടന്നു കളയാനാവില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. നീ വെറുതെ വേണ്ടാത്ത കുറ്റമൊന്നും ഏറ്റെടുക്കണ്ടോ. ആ പ്രാന്തൻ രാജാവെങ്ങാനും അറിഞ്ഞാൽ കാലേവാരി നിലത്തടിക്കും. അല്ല സാർ, ഞാൻ തന്നെയാണ് കൊട്ടാരത്തിൽ കയറി മോഷണം നടത്തിയത്. ഒന്ന് പോവിടുന്ന്. എടാ ഡീമു, ഇവന് പ്രാന്താടാ. അല്ല ബോസ്, ഇവൻ തന്നെയാണ് കൊട്ടാരത്തിൽ കയറി നിധി മോഷ്ടിച്ചത്. ആ നിധി ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കും ബോസ്. ചോദിച്ചത് കേട്ടില്ലേ?